മലയാളികളെ നടുക്കിയ നിപ എന്ന മഹാമാരി കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിക്കപ്പെട്ടത് 6 വർഷം മുൻപ് ഇതേ ദിവസത്തിലാണ്. 4 തവണകളായി കടന്നുവന്ന നിപ ഇതുവരെ 20ഓളം ജീവനുകളാണ് കവർന്നത്. മരണസാധ്യത കൂടുതലായതിനാൽ ഇപ്പോഴും തികഞ്ഞ ജാഗ്രത അനിവാര്യമെന്നാണ് നിപ മലയാളികളെ പഠിപ്പിച്ച പാഠം. 2018 മെയ് 19 കേരളത്തിൽ ആദ്യത്തെ നിപ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 2018 മെയ് 5 മരിച്ച പേരാമ്പ്രയ്ക്കടുത്ത സൂപ്പിക്കടയിലെ മുഹമ്മദ് സാബിത്താണ് ഇതിന്റെ ആദ്യ ഇര. 2 ആഴ്ചയ്ക്ക് ശേഷം സാബിത്തിന്റെ മൂത്ത സഹോദരനായ സാലിയും പിതാവിന്റെ സഹോദരിയായ മറിയവും പിതാവായ മുസയും ഇതേ ലക്ഷണങ്ങളോടെ മരണമടഞ്ഞു. പുനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർക്ക് നിപ സ്ഥിരീകരിച്ചത്. അത് മെയ് 19 കോഴിക്കോടെ ചെങ്ങരോത്ത് എന്ന ഗ്രാമത്തിലായിരുന്നു പകർച്ചവ്യാധിയുടെ ഉറവിടം. പഴംതീനി വവ്വാലുകളിൽ നിന്നാണ് രോഗം മനുഷ്യരിലേക്ക് പടർന്നതെന്ന് സർക്കാർ സ്ഥിരീകരിച്ചു. ആ വർഷം സിസ്റ്റർ ലിനി ഉൾപ്പെടെ 17 പേരാണ് നിപ മഹാമാരിയിൽപ്പെട്ട് മരിച്ചത്. ആ വർഷം 23 പേർക്കാണ് രോഗം കണ്ടെത്തിയത്. 2019 എറണാകുളത്തായിരുന്നു നിപ സാന്നിധ്യം കണ്ടെത്തിയത്. അന്ന് നിപ ബാധിച്ച പറവൂർ സ്വദേശി രോഗമുക്തി നേടി. 2021 നിപ മൂലം ചാത്തമംഗലം സ്വദേശിയായ 12 വയസ്സുകാരൻ മുഹമ്മദ് ഹാഷിം മരിച്ചു. 2023 മരുതോങ്കര കള്ളാട്ട് മുഹമ്മദ് അലി, ആയഞ്ചേരി മംഗലാട്ട് ഹാരിസ് എന്നിവരുടെ മരണം നിപ കാരണമാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. നിപ എന്ന മഹാമാരി ആശങ്ക തീർത്തപ്പോഴും അതിനെ ഒറ്റക്കെട്ടായി അതിജയിക്കാൻ നമ്മൾ മലയാളികൾക്കായി. ഒരേ മെയ്യായും മനസ്സായും പ്രവർത്തിച്ച് മഹാമാരിയുടെ വെല്ലുവിളിയെ തൽക്കാലത്തേക്കെങ്കിലും പ്രതിരോധിക്കാൻ മലയാളിക്കായി. അപ്പോഴും കൃത്യമായ ഓർമ്മപ്പെടുത്തൽ ആരോഗ്യ വിഭാഗം നൽകുന്നുണ്ട്. ഭയം വേണ്ട, ജാഗ്രത മതി. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.